ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മെയിൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് OnePlus 9rt അൺബോക്സിംഗ്, ഫസ്റ്റ് റിവ്യൂ, പിന്നെ നമ്മൾ ഗാലക്സി S21 FE വേഴ്സസ് നമ്മൾ ഇതിൻ്റെ ഒരു സ്പെക് കമ്പാരിസൺ എലോങ് വിത്ത് നമ്മുടെ OnePlus 9rt പ്രോസ് ആൻഡ് കോൺസ് ആണ്. സോ ഇപ്പോൾ ഇരിക്കുന്നത് 8GB 128GB നാനോ സിൽവർ കളറാണ്. സോ നമുക്ക് ഡയറക്റ്റ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, സോ ഇത് കൂടാതെ നമുക്കൊരു 12GB 256GB വേരിയൻറ്റും കൂടെ ഉണ്ട്. സോ ആക്ച്വലി നമ്മുടെ 8 128ൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 42,999 നമ്മുടെ 12 256ൻ്റെ പ്രൈസിങ് 46,999 ആണ്. ഓക്കെ, യെസ്. സോ നമ്മുടെ OnePlus 9rt നമുക്ക് ജസ്റ്റ് സൈഡിട്ട് വയ്ക്കാം. നമുക്ക് അതിന് മുമ്പ് ബോക്സിൽ വേറെ എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, സോ നമുക്ക് 65 വാട്ടിൻ്റെ ചാർജർ വിത്തിൻ്റെ ബോക്സിന് കിട്ടുന്നുണ്ട്. 65 വാട്ട് വാർപ്പ് ചാർജ്, ദെൻ കേസ് കിട്ടുന്നുണ്ട്, പിന്നെ നമ്മുടെ നോർമലി ഡാറ്റ കേബിൾസ്. ഓക്കെ, സോ നമുക്കതൊന്ന് ജസ്റ്റ് സൈഡിട്ട് വയ്ക്കാം. സോ ബാക്ക് ടു ദ ഫോൺ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നാനോ സിൽവർ കളറ്. ഓക്കെ, സോ നമ്മുടെ OnePlus 9 പ്രോയുടെ മോർണിംഗ് മിസ്റ്റ് എന്ന് പറഞ്ഞ കളറിനെ റിസംബിൾസ് കൊണ്ടിരുന്ന കളറാണ്. സോർട്ട് ഓഫ് ഒരു സിൽവർ കളറാണ്. ഓക്കെ, ആൻഡ് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് അല്ല, ഇത് കൂടാതെ നമുക്ക് ഹാക്കർ ബ്ലാക്ക് തൊട്ടൊരു പ്യുവർ ബ്ലാക്ക് ലവേഴ്സ് ഒക്കെ ഉണ്ട്. ദ മീൻസ് ഗാലക്സി S21 അൾട്രയുടെ ഫാൻറ്റം ബ്ലാക്ക് പോലെ ആ ഒരു മാറ്റ് ഫിനിഷ്, ലൈറ്റ് ഒരു മാറ്റ് ഗ്രീനി ഫിനിഷൊക്കെ വേറെ കളറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇൻ ഹാൻഡ് ഫീൽ ഇച്ചിരി ഞാൻ പ്രതീക്ഷയുള്ള ഇച്ചിരി ഒരു കോമ്പാക്ട് ഫീലാണ്. ദാറ്റ് മീൻസ് ഇതൊരു 6.62 ഇഞ്ചാണ്. ദാറ്റ് മീൻസ് അതുപോലെ തന്നെ നമുക്ക് ഇത് പിടിക്കാനായിട്ട് നമ്മുടെ ബാക്ക് അത്യാവശ്യം കർവഡ് ആയാൽ നമുക്ക് പിടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇൻ ഹാൻഡ് ഫീൽ നല്ല രസമാണ്. കാരണം ദാറ്റ് മീൻസ് ആണോ കറക്റ്റ് നമ്മുടെ കൈ ആ കോർണർ വന്ന കാരണം നല്ല ഇൻ ഹാൻഡ് ഫീൽ ഉണ്ട് ഫോൺ പിടിക്കാൻ തന്നെ. പിന്നെ നമുക്ക് ഗ്ലാസ് ബാക്കാണ് വരിക, പിന്നെ സൈഡിൽ അലുമിനിയം ഫ്രെയിമാണ്. സോ ഈ കളർ നാനോ സിൽവർ ആയിരുന്ന അലുമിനിയം ഫ്രെയിം എടുത്തറിയണം, ആ ഒരു ഗ്ലോസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തറിയാൻ പറ്റും. ബ്ലാക്ക് ആണെങ്കിൽ നമുക്കൊരു സോർട്ട് ഓഫ് ഇത്രയും ഭാഗം നമുക്ക് ന്യൂട്രൽ, ആ ഫുൾ ഒരു ഫാൻറ്റം ബ്ലാക്ക് പോലെ ഒരു ഗ്രെയിനി മാറ്റ് ഫിനിഷ് ബ്ലാക്ക് ആയിരുന്നു നമുക്കത് എടുത്തറിയാം. ബട്ട് ഇത് ആയാലും നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു അലുമിനിയം ഫ്രെയിമിൻ്റെ ആ ഒരു ബ്യൂട്ടിയൊക്കെ. പിന്നെ നമുക്ക് പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ അറിയാം, നമുക്കിവിടെ സ്പീക്കർ ഗ്രില്ല്, നമ്മുടെ സിം ഇജക്ടർ, നമ്മുടെ USB പോർട്സ്, പിന്നെ നമുക്ക് ടോപ്പിൽ അത്യാവശ്യം മൈക്ക് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ആൻറ്റിനാസ് കാണാം, പിന്നെ നമുക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വോളിയം പ്ലസും മൈനസും, ആൻഡ് റൈറ്റ് സൈഡിൽ നമ്മുടെ അലേർട്ട് സ്ലൈഡർ, അതോടൊപ്പം തന്നെ നമ്മുടെ പവർ ബട്ടൺ ഉണ്ട്. സോ ഉണ്ടാവും നല്ല നീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ തന്നെയാണ് അലേർട്ട് സ്ലൈഡർ. ഓക്കെ, പിന്നെ നമ്മുടെ ക്യാമറാസ്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞ് തിരിച്ചു വരാം. ഓക്കെ, സോ ഗൈസ് നമ്മുടെ OnePlus 9rt സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കോൺസ് ആണ്. ആക്ച്വലി കോൺസ് അല്ല, നമുക്ക് പറയാം ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. അല്ലെങ്കിൽ ഞാൻ ഗാലക്സി S21 FE വെച്ച് ഇത് കമ്പയർ ചെയ്യും. ഇതിനായിട്ട് കുറച്ച് ചെറിയ ലൈറ്റ് പോരായ്മകളായിട്ട് തോന്നിയത്. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഗാലക്സി S21 FEയും ഇത് തമ്മിലൊരു 10K എബവ് ഡിഫറൻസ് വരുന്നുണ്ട്. സോ നമുക്ക് അതൊരു നെഗ്ലിജിബിൾ ആണോ അതോ വെർത്ത് ഏതാണെന്നൊക്കെ നോക്കാം. സോ സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്. സോ നമ്മുടെ ഗാലക്സി S21 FEക്ക് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഇതിനങ്ങനെ ഒഫീഷ്യലായിട്ട് IP റേറ്റിംഗ് കമ്പനി പറഞ്ഞിട്ടില്ല. സോ അത് നിങ്ങൾക്ക് മാറ്ററാണ്. ചിലർക്ക് ഒബ്വിയസ്ലി കുറേ പേർക്ക് അത് മാറ്റർ ആയിരിക്കില്ല IP68 റേറ്റിംഗ്. സോ അവർക്ക് ജസ്റ്റ് സ്കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് കാര്യം, ഞാൻ OnePlus 9 Proയിൽ വരെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വന്നിരിക്കുന്നത് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ്. സോ ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ കറൻറ്റ്ലി നമുക്ക് പറയാം ഗാലക്സി S10 സീരീസിനൊക്കെയാണ്, S10 പ്ലസ് ആ സീരീസിനൊക്കെയാണ് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഗാലക്സി S21 സീരീസിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോണിംഗ് ഗോറില്ല ഗ്ലാസ് 7 അഥവാ കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ OnePlus 9 Proയിൽ വരെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ഇതിലും സെയിം തന്നെ. ഒബ്വിയസ്ലി എന്തായാലും ചേഞ്ച് വരാൻ, ബട്ട് സ്റ്റിൽ ഇതിൽ നമുക്ക് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ S21 FEക്ക് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 7 ആണ്. വലിയ ഡിഫറൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ ലേറ്റസ്റ്റ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോസ്റ്റ് കട്ടിങ് മെഷേഴ്സ് ആയിട്ട്. ബട്ട് 9 Proയിൽ വരെ അത് യൂസ് ചെയ്യുമ്പോൾ സംതിങ് ഓക്കെ, അത് ചിലർക്ക് മാറ്റേഴ്സ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ അവർ നല്ല ബാക്കിൽ നമ്മൾ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് എ തിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറാസിനകത്താണ്. ഓക്കെ, നമുക്ക് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറാസ് വരുന്നത്. നമ്മുടെ അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ നമ്മുടെ നോർമൽ, പിന്നെ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻ്റ് ഒരു മാക്രോ ക്യാമറയാണ് വരുന്നത്. ഓക്കെ, സോ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മാക്രോ ക്യാമറ എതിർപ്പൊന്നുമില്ല. ബട്ട് നമ്മുടെ ഗാലക്സി S21 FE ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് അതിനൊരു ടെലിഫോട്ടോ ക്യാമറ, അതായത് 3x ഒപ്റ്റിക്കൽ സൂമിംഗ് വരുന്ന ടെലിഫോട്ടോ ക്യാമറ ആണ് വരുന്നത്. ബട്ട് ഇതിനൊരു ടെലിഫോട്ടോ കൊടുക്കുമായിരുന്നു നമുക്ക് പോർട്രേറ്റ് ഷോട്ട്സ് ഒക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നല്ല ഡെപ്ത് എഫക്റ്റും കാര്യങ്ങളൊക്കെ പോർട്രേറ്റ് ഷോട്ട്സ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റിയേനെ എന്നിട്ടാണ്. ബട്ട് നമുക്ക് ഡീഫോൾട്ട് മാക്രോ ക്യാമറ വരുന്നുണ്ട്, ഒരു 2 MB ഒരു മാക്രോ ആണ് വരുന്നത്. ബട്ട് അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡ്സ് ഒക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നല്ല ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ കിട്ടിയെടുക്കണമെങ്കിൽ നമ്മുടെ ടെലിഫോട്ടോ തന്നെ കുറച്ചും കൂടെ അടിപൊളിയാണ്. അതേപോലെ വീഡിയോസിലൊക്കെ കുറച്ചും കൂടെ ഒരു ചെറിയൊരു
ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നേനെ. ഓക്കെ, അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇനി നെക്സ്റ്റ് കാര്യം, നമ്മുടെ ഗ്ലാസ് ബാഗ് ആയതുകൊണ്ട് എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ S21 FE എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബാഗ് ആയിട്ട് അവർക്ക് വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. ബട്ട് ഇതിന് അവർ വയർലെസ് ചാർജിങ്ങോ റിവേഴ്സ് ചാർജിങ്ങോ ഒന്നും കൊടുത്തിട്ടില്ല. സോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടൊരു 65 വാട്ട് ചാർജർ ഉണ്ട്. സോ അത് നമുക്ക് ഡെഫിനറ്റ്ലി അതൊരു ഗുഡ് തിങ് ആണ്. അതും വിത്തിൻ്റെ ബോക്സിൽ തന്നെ നമുക്ക് അത് കൊടുക്കുന്നുണ്ട്. ഗാലക്സി S21 FEക്കകത്ത് ബോക്സിൽ ചാർജർ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 65 വാട്ടിൻ്റെ ചാർജ് വേണം. സോ ദാറ്റ്സ് എ നൈസ് തിങ്. ബട്ട് ഒരു വയർലെസ് ചാർജിങ്ങോ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. ബട്ട് നിങ്ങൾക്ക് ആ പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ കുഴപ്പമില്ല, ഓക്കെ ആണ് എൻ്റെ ഒരു നിങ്ങൾ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ OnePlus ഹാർഡ് കോർ ഫാൻസിന് മിസ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ UI. ആക്ച്വലി ഇപ്പോൾ UI ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഒബ്വിയസ്ലി ഒരു നോർമലി നമ്മൾ കണ്ടുവരുന്ന സാധാരണ ഒപ്പോ, വിവോ അവരുടെ ഒരു ടൈപ്പ് ഓഫ് UI മാറിയിട്ടുണ്ട് കണ്ടോ. ബട്ട് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ബ്ലോട്ട് വയേഴ്സ് എന്ന് പറയാൻ അങ്ങനെ ബ്ലോട്ട് വയേഴ്സ് ഒന്നും കാര്യങ്ങളില്ല. ബട്ട് നമ്മുടെ പണ്ടത്തെ OnePlus എന്ന് വെച്ചാൽ ഫാസ്റ്റ് റെസ്പോൺസീവ് ഫ്ലൂയിഡ് ടക്ക് 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 എന്നുള്ളൊരു റെസ്പോൺസീവ് കാര്യങ്ങളൊക്കെയാണ്. സോ അതൊക്കെ ഒന്ന് മിസ് ചെയ്തിട്ട് ഒരു വേറൊരു രീതിയിട്ടങ്ങ് പയ്യായിട്ട് സ്ലൈഡ് ഡൗൺ ചെയ്ത് പോണ പോലെ ഒരു തോന്നല്. സോ ആ ഒരു OnePlusൻ്റെ ട്രഡീഷണൽ ലുക്ക് ആൻഡ് ഫീലും ആ ഒരു റെസ്പോൺസീവ്നെസ്സും എന്താ നിങ്ങൾ OnePlus 60 അങ്ങനെ വന്നവർക്ക് OnePlus 7 Pro വരെയൊക്കെ യൂസ് ചെയ്ത് വന്നവർക്ക് അറിയാം. ആ ഒരു 8 Proയിലൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നൈസായിട്ട് മാറി തുടങ്ങി. സോ ആ ഒരു OnePlusൻ്റെ ആ ഒരു ഫീൽ നോക്കിയാൽ വന്നെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് മിസ്സിങ് ആയിരിക്കും. പിന്നെ ബാക്കിയെല്ലാം കൊണ്ടും കുഴപ്പമില്ല. അപ്പം ഞാൻ റീസെൻ്റ്ലി ജസ്റ്റ് ഞാൻ സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു സിസ്റ്റം അപ്ഡേറ്റ് അവൈലബിൾ, ഒരു 167 MB ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം ഇമ്പ്രൂവ്മെൻറ്റ്സ്, പിന്നെ നമ്മുടെ വ്യൂ ഓഫ് ഫേസ് സ്റ്റെബിലിറ്റി ഒക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ആട്ടോ, പട്ടയെന്ന് തന്നെ വന്നു. സോ ദാറ്റ്സ് നൈസ് തിങ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് നമ്മുടെ എന്താണ് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ 2022 മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മീൻവെൽ നമ്മളിപ്പോൾ One UI ഒക്കെ നോക്കുവാണെങ്കിൽ അവർ One UI 412 ഒക്കെ ഓൾറെഡി നമ്മുടെ പഴയ നോട്ടൺ സീരീസിന് അവർ വന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി റേഞ്ച് ഓഫ് കസ്റ്റമൈസേഷൻ, അടിപൊളി കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ One UI. സോ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ നേരത്തെ OnePlusൻ്റെ ഫാൻസ് ആയിരുന്നവർ ലൈറ്റായിട്ട് One UI ഫാൻസായി മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ OnePlus ഈ കളർ വോയ്സിൻ്റെ മെർജിങ് കാര്യങ്ങളൊക്കെ. പിന്നെ എക്സ്ട്രാ ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ S21 FE ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ രണ്ട് മൈനർ കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. സോ നമുക്ക് ഇതിൻ്റെ തിക്നെസ് ജസ്റ്റ് നോക്കുവാണെങ്കിൽ 8.3 mm ആണ് തിക്നെസ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗാലക്സി S21 FE 7.9, സോ കുറച്ചും കൂടെ സ്ലിം ആയിരിക്കും സെറ്റ്. അതുപോലെ തന്നെ വെയിറ്റ് ഇത് വരെ 198, ദാറ്റ് മീൻസ് ക്ലോസ് ടു 200 grams വെയിറ്റ് വരുന്നുണ്ട്. മറ്റേത് ഭയങ്കര ലൈറ്റാണ്, 177 grams ആണ് വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൽഫി ക്യാമറ ഇത് 16 MB ആണ്, ബട്ട് നല്ല സെൽഫി ക്യാമറ ആണ്. ബട്ട് മറ്റേത് 32 MB ആണ് വരുന്നത്. ബട്ട് മെഗാ പിക്സൽ മാത്രം കാര്യമില്ല, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് അതിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ബട്ട് ഇൻ ജസ്റ്റ് സ്പെക്ക് വെച്ച് മാത്രമാണ് 16 MB വേഴ്സസ് 32 MB ആണ് വരുന്നത്. പിന്നെ നമ്മുടെ PPA പിക്സൽസ് പെർ ഇഞ്ച് വരുന്നത് നമ്മുടെ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 397 PPA നമ്മുടെ S21 FE 411. പിന്നെ ഗാലക്സി S21 FE സാംസങ് ഡെക്സ് അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മെയിൻ പാർട്ടി, അതായത് നമ്മുടെ OnePlus 9rt പ്രോസ്. ഓക്കെ, ഇഷ്ടം പോലെ പ്രോസ് പറയുന്നുണ്ട്. സോ സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദ ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് E4 AMOLED ആണ് വരുന്നത്. 6.62 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ലെഫ്റ്റ് പഞ്ച് ഹോൾ ക്യാമറ ആണ്, ഒരു 60 mm പഞ്ച് ഹോൾ ക്യാമറ ആണ് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീഡിയോ പ്ലേ ബാക്കിൽ തന്നെ തുടങ്ങാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 6.62 ഇഞ്ച് ഡിസ്പ്ലേ. ഓക്കെ, സോ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ പ്ലേ ബാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിച്ചു തരാം. സോ നമ്മൾ ഡിസ്പ്ലേക്കകത്തിന് ടൺസ് ഓഫ് ഓപ്ഷൻസ്, നല്ല വൈബ്രൻസി കിട്ടാനുള്ള ഒരു 3 ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മുടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ കളർ മോഡ്. ഇത് വിവിഡാണ്, ബൈ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്, നിങ്ങൾക്ക് കാണാം വിവിഡാണ്. ബട്ട് ഇതിന് ബ്രില്യൻ്റ് ഇട്ട് കഴിഞ്ഞാൽ കളർസ് പഞ്ചിനെസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബട്ട് ഈ ക്യാമറ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഉണ്ടോ, വിവിഡും ബ്രില്യൻ്റ് ആയിട്ട് നല്ല കളർ പഞ്ചിനെസ് ആണ് നമ്മുടെ ബ്രില്യൻറ്റും വിവിഡും മാറ്റി ഇടുമ്പോൾ. സോ ഞാൻ ബ്രില്യൻ്റ് ഇടുവാണ്. നെക്സ്റ്റ് നമ്മുടെ AI റെസൊല്യൂഷൻ ബൂസ്റ്റ്, എൻഹാൻസ് ദ റെസൊല്യൂഷൻ ഓഫ് വീഡിയോസ്, അതും ടേൺ ഓൺ ചെയ്യുകയാണ്. പിന്നെ വീഡിയോ കളർ എൻഹാൻസ്, ദാറ്റ് മീൻസ് നമ്മുടെ നോർമൽ കണ്ടൻറ്റ് അത് HDR കണ്ടൻറ്റ് ആക്കാനുള്ള മോഡാണ് വീഡിയോ കളർ. സോ ഇത് മൂന്നും ടേൺ ചെയ്ത് ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ഡിസ്പ്ലേ. ഉഫ് ഗൈസ്, ഒരു രക്ഷയില്ല, നല്ല പഞ്ചിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. കട്ട ഷാർപ്പ്, മീൻസ് ആ കളറിൽ ബൂസ്റ്റ് നമ്മൾ നേക്കഡ് ഐസ് നോക്കുമ്പോൾ നമുക്ക് കളർ ശരിക്കും ഷാർപ്പായിട്ട് കുത്തുന്ന രീതിയിലുള്ള കളേഴ്സാണ് വരുന്നത്. മീൻസ് ആ മോഡ് ഓൺ ആക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നോർമലി കളേഴ്സ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കണം 1080 2400 397 PPA ആണ് വരുന്നത്. പക്ക പഞ്ചി, ഒരു പോയിന്റ് പോലും ബാഡ് അടിക്കാനില്ലാത്ത നല്ല ഡിസ്പ്ലേ. നമുക്കൊന്നും എടുത്ത് പറയാൻ കാര്യങ്ങളൊന്നുമില്ല. HD 10+ സർട്ടിഫൈഡ് ആണ്. E4 OLED ആണ്. 6.62 ഇഞ്ചാണ്. ഓക്കെ, സോ ഡിസ്പ്ലേ കാര്യത്തിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഇതിനകത്ത് ഞാൻ കുറച്ചൊന്ന് സ്പീഡപ്പ് ആക്കാം നമുക്ക്.
കണ്ടോ ആ ഗ്രീനിൻ്റെ ഷാർപ്പ് നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ചറിയാം. സോ ഡിസ്പ്ലേ സെഗ്മെൻറ്റ് ഞാൻ പക്കാ സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ സ്പീക്കേഴ്സ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. സോ നമുക്ക് സ്പീക്കേഴ്സ് ഔട്ട്പുട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം. ഫയൽ മാനേജർ, ഓഡിയോ, ഓക്കെ ഗൈസ്, ഡീസൻറ്റ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്ന് ഭയങ്കര അടിപൊളിയാണെന്നല്ല, ഡീസൻറ്റ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ആ ഒരു പ്രൈസ് എങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡീസൻറ്റ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ലൗഡ്നെസ്, എടുത്ത് പറയേണ്ട ക്ലാരിറ്റി, ക്വാളിറ്റി അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ഓക്കെ ഡീസൻറ്റ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ് എനിക്ക് ഫെൽറ്റ് ചെയ്ത്. ഓക്കെ, സോ സ്പീക്കേഴ്സും ഡിസ്പ്ലേ പക്കയാണ്. സ്പീക്കേഴ്സ് ഓക്കെ, മോർ ദാൻ ഇനഫ് ആണ്. ബട്ട് ഒരു എടുത്തുപാട് ഓഫ് എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ടില്ല സ്പീക്കേഴ്സ്. ഓക്കെ, ബട്ട് സ്റ്റിൽ എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. ഉണ്ടോ കൊള്ളാം. ഞാൻ ന്യൂട്രൽ ഒപ്പീനിയൻ പറയുള്ളൂ. ഓക്കെ, ബാഡില്ല, ബട്ട് ടോപ്പ് ഹൈപ്പ് കൊടുക്കാനുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല. ഓക്കെ, സോ നെക്സ്റ്റ് പോവാം നമുക്ക്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഏരിയയാണ്. സോ സ്നാപ്ഡ്രാഗൺ 888 നിങ്ങൾ ജസ്റ്റ് വാവ് സൂപ്പർ, ഗെയിമിങ്ങിന് ടോപ്പായിരിക്കും. ബട്ട് സ്നാപ്ഡ്രാഗൺ 888 ഒരു പ്രശ്നമുണ്ട്. ദറ്റ് മീൻസ് നമ്മുടെ ഓവർ CPU ത്രോട്ടിൽ സംഭവിക്കും. ദറ്റ് മീൻസ് കുറേ നേരം കണ്ടിന്യൂസ് ഹീറ്റ് ചെയ്തിട്ട് CPU ത്രോട്ടിൽ സംഭവിക്കും. സോ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ചേംബർ കൂളിംഗ് വേണം. സോ എക്സാക്ട്ലി OnePlus അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ VC ലിക്വിഡ് കൂളിംഗ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇത് 8ഉം 128 ആണ്. സോ ഇത് നമുക്ക് LPDDR5ഉം UFS 3.1ഉം ആണ്. സോ രണ്ടും ടോപ്പ് വരുന്ന രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിങ്ങിനകത്ത് അതുപോലെ തന്നെ 4D ഹാപ്റ്റിക് മോട്ടർ വരുന്നുണ്ട്. സോ 888 4D ഹാപ്റ്റിക് മോട്ടർ, നമ്മുടെ ലിക്വിഡ് കൂളിംഗ് പ്ലസ് 600 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഗെയിംസിൽ കിട്ടുന്നതാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് നമ്മുടെ നോർമൽ ടച്ച് സാമ്പിളിംഗ് നോക്കിയിട്ട് എനിക്ക് വന്നില്ല കേട്ടോ. 237 238 ഒക്കെ വന്നിട്ടുള്ളൂ നമ്മുടെ മാക്സിമം. അതേ മൈനസ് ടച്ച് നമ്മുടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കുറവാണ് അതിൻ്റെ. ബട്ട് ഇത് നോർമൽ സിനാരിയോ ആണ്. ബട്ട് ഗെയിംസിൽ 600 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് പോകുന്നതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് ഞാൻ CPU ത്രോട്ടിൽ ടെസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ബട്ട് ഞാനത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് CPU ത്രോട്ടിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫൈനൽ റിവ്യൂ പറയാം. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5G ബാൻഡ്സ്. സോ 5G റെഡിയാണ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 5G ബാൻഡ്സ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്യാമറാസിട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, സോ നമ്മൾ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള 50 MB ഒരു ക്യാമറയാണ് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 MB അൾട്രാ വൈഡ്, മൂന്നാമത്തെ മാക്രോ മോഡ് ഉണ്ടോ മാക്രോ മോഡ്. പിന്നെ നമ്മുടെ നോർമലി 50 MB ഒരു മോഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു 2 MB 4K at 60 FPS റെക്കോർഡിംഗ് ഉണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ക്യാമറ നമ്മുടെ OnePlus 9 Pro ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു അറ്റ് എ ഗ്ലാൻസ്. ബട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കാര്യം എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ ക്യാമറയുടെ നോക്കിയിട്ട് സാമ്പിൾസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കും. ബട്ട് സ്പെക്ക് വൈസ് കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോൺസി പറഞ്ഞ പോലെ ടെലിഫോട്ടോയുടെ മിസ്സിങ് കണ്ടു. ഓക്കെ, പിന്നെ 16 MB ഫ്രണ്ട് സെൽഫി ക്യാമറ ഒരു പണ്ട് പോലെ യൂസ് ചെയ്യുന്നൊരു 16. അപ്പോൾ അത് ഓക്കെയാണ്, ഓൾമോസ്റ്റ് ഓക്കെ ക്യാമറാസാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ Wi-Fi 6, Bluetooth 5.2, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെ ഫാസ്റ്റ് നോക്കാം. ഇൻ 3 2 1 and go ഉണ്ടോ, റാപ്പിഡ് ഫാസ്റ്റ് ആണ്. ഇൻ 3 2 1 and go ഉണ്ടോ, ഇൻ 3 2 1 and go ഉണ്ടോ, റാപ്പിഡ് ഫാസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. ഓക്കെ, അതേപോലെ തന്നെ ഫേസ് ഇപ്പോൾ ഓൾറെഡി ഞാൻ അതൊന്ന് സെറ്റ് ചെയ്തിടാം. ഫേസ് ഇൻസ്റ്റൻറ്റ് ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻ 3 2 1 and go ഉണ്ടോ, ഇൻ 3 2 1 and go
കണ്ടോ ജസ്റ്റ് ഇൻസ്റ്റൻസിൽ ടക്നാവുണ്ട്. സോ സൂപ്പർ. ആൻഡ് ഇതിൻ്റെ ബാറ്ററി 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 65 വാട്ട് ചാർജർ വരുന്നുണ്ട്. അതുകൊണ്ട് 100 മിനിറ്റ് 29 മിനിറ്റ് ഒക്കെ ആവുന്നുണ്ട്. സോ ബാറ്ററി സെഗ്മെൻറ്റിൽ നൈസാണ്, ടോപ്പാണ് എന്ന് പറയാം. നമുക്ക് 29 മിനിറ്റിൽ ഫുൾ ചാർജ് ആവുമല്ലോ. പിന്നെ ഇതിൻ്റെ കളേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാക്കർ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു മാറ്റ് ഫിനിഷ്, ഒരു ഗ്രെയിനി മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു ബ്ലാക്ക് കളർ. സോ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ഡയറക്റ്റ് പ്രിഫർ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നാനോ സിൽവർ, നമ്മുടെ OnePlus 9 Proയുടെ ഒരു മോർണിംഗ് മിസ്റ്റിനെ കളർ റിസംബിൾസ് ചെയ്യുന്ന ഒരു കളർ. സോ എനിക്ക് ലുക്കും ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടം. നമ്മുടെ ഒരു ചെറിയ 9 Pro ഒരു രീതിയിലാണ് നമ്മുടെ ലുക്ക്. എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ട, ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഫോൺ. 9R എനിക്ക് ഇഷ്ടപ്പെട്ടു ഫോണിന് ടോട്ടലി വരുവാണെങ്കിൽ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഫസ്റ്റ് റിവ്യൂ എന്ന് പറയാൻ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാം. എനിക്ക് ടോട്ടലി ഓവറോൾ ബാൻ അടിക്കേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞ കോൺസിലെ കുറച്ച് കാര്യങ്ങളല്ലാണ്ട് പെർഫെക്റ്റ് വാല്യൂ ഫോർ മണിയാണ് നമ്മുടെ 42,999. എത്രമാത്രം 40K വരെ ഒരു പെർഫെക്റ്റ് ആണ്. 42,999 ഓക്കെയാണ്. ഞാൻ പറഞ്ഞൊരു പക്ക വെർത്ത് എന്ന് പറഞ്ഞാൽ 40Kയിൽ അടിപൊളി സെറ്റാണ് നമ്മുടെ OnePlus 9rt. പിന്നെ നിങ്ങൾ SBI കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 4000 രൂപ, ദാറ്റ് മീൻസ് 38,999 ഒരു രക്ഷയുടെ കണ്ണടച്ചെടുത്താൻ പറ്റിയ സെറ്റാണ്. പിന്നെ S21 Fe വേണോ ഇത് വേണോ എന്നുള്ളവർക്ക് ഡൗട്ടുള്ളവർക്ക് പറയാനുള്ളത്, ഞാൻ മീൻസ് ആ കാര്യങ്ങൾ മീൻസ് നിങ്ങൾക്ക് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്, പിന്നെ ടെലിഫോട്ടോ ക്യാമറ, കുറച്ചും കൂടെ ബെറ്റർ ക്യാമറയുടെ സാമ്പിൾസും ഷോട്ട്സും ഒക്കെ അത് കണ്ണടച്ച് പറയുമ്പോൾ S21 Feയുടെ നല്ല അടിപൊളി ക്യാമറാസാണ്. പിന്നെ യു ഐ മാറ്റേഴ്സൊക്കെയാണ്. പിന്നെ വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ മാറ്റേഴ്സ് ആണ്. അങ്ങനെയുള്ളവരൊക്കെയാണ് ഡയറക്റ്റായിട്ട് നമ്മുടെ S21 Fe ചൂസ് ചെയ്യുക. അല്ല നിങ്ങൾക്കൊരു ഗെയിമർ കോൺസെൻട്രേറ്റഡ് ഏരിയാസ് കാര്യങ്ങളൊക്കെയാണ്, ക്യാമറയ്ക്ക് അധികം പ്രിഫറൻസ് ഇല്ല, ബാക്കി ചാർജിങ്ങും കാര്യങ്ങളൊക്കെയാണ് പ്രിഫറൻസിൽ, OnePlus 9rt ചൂസ് ചെയ്യുക. മെയിനായിട്ട് ആണ്. യിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സും അതൊരു ടൺസ് ഓഫ് ഫീച്ചർ ലോഡറും. ഇത് ഒരു ലൈറ്റ് ബട്ട് ബ്ലോട്ട്വേഴ്സ് ഒന്നുമില്ല, സ്റ്റിൽ നൈസാണ്. ബട്ട് നമ്മൾ ആ OnePlus യൂസ് ചെയ്ത് വന്ന് അവരങ്ങനെ അത്രയ്ക്കൊരു ഹൈപ്പ് കൊടുത്ത് നല്ലൊരു ആയിട്ട് പെട്ടെന്ന് ഡൗൺ ചെയ്ത് ആ ഒരു ബാഡ് മാത്രമേ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, ഇനി നമുക്ക് OnePlus 9rt നമുക്ക് ഇതിൻ്റെ ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ, അതുപോലെ തന്നെ ഇതിൻ്റെ മലയാളം ടിപ്സ് ആൻഡ് ട്രിക്സ്, അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് സ്പീഡ് ടെസ്റ്റ്, നമ്മുടെ മീൻസ് നമ്മുടെ ഈ ചാർജർ വെച്ച് 21 മിനിറ്റിൽ ഫുൾ ചാർജ് ആവും, എത്ര നേരം എടുക്കും, അതൊക്കെ നമുക്ക് ചെയ്യാം. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ്, സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.